Good morning. Corporate Regulations ഇൽത്തെ Management of Companies എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരു കമ്പനിയുടെ മെമ്പേഴ്സ് ആവാനായിട്ട് പറ്റുക. അത് പല രീതിയിൽ നമ്മൾ പറഞ്ഞു. മെമ്മോറണ്ടം ഒപ്പിട്ടവർക്ക് പറ്റും, അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്തവർക്ക് പറ്റും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ആണ്. ഒരു മെമ്പർ ആയാൽ നമുക്ക് എന്തെല്ലാം റൈറ്റുകളാണ് ആ കമ്പനിയിൽ ഉണ്ടാവുക, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഫസ്റ്റ് വൺ, ടു റിസീവ് നോട്ടീസസ് ടു അറ്റൻഡ് ആൻഡ് ടു വോട്ട് അറ്റ് ദി മീറ്റിംഗ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. എന്താണ് നമുക്ക് അതിലത്തെ നോട്ടീസ്, മീറ്റിംഗ് ഇന്ന ദിവസം കൺവീൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് കിട്ടാനും അതുപോലെ മീറ്റിങ്ങിൽ പോയിട്ട് അഭിപ്രായങ്ങൾ പറയാനുമുള്ള റൈറ്റ് നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ ടു ഇൻസ്പെക്ട് certain ബുക്സ്, നെയിംലി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, മിനിറ്റ്സ് ബുക്സ് എക്സെട്ര. പല ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് രജിസ്റ്റർ ഓഫ് മെമ്പർ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, മിനിറ്റ്സ് ബുക്ക് ഉണ്ട്. ഇങ്ങനത്തെ പല ബുക്കുകളും നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം, നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. ടു ഹാവ് ഹിസ് നെയിം എൻറ്റേർഡ് ഇൻ ദ കമ്പനീസ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. നമ്മളൊരു കമ്പനിയുടെ മെമ്പർ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പേര് എവിടേക്ക് ആഡ് ആവും? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ബുക്കിലേക്ക് ആഡ് ആവും. Then to obtain copies of memorandum and articles of association on request and payment of fees. അതുപോലെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡോക്യുമെന്റ്സ് ആയ മെമ്മോറാണ്ടത്തിന്റെയും ആർട്ടിക്കിൾസിന്റെയും കോപ്പി വേണമെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫീസ് ഉണ്ട്, അത് കൊടുത്താൽ നമുക്ക് അതിന്റെ കോപ്പീസ് അവൈലബിൾ ആവും. Then to participate in altering memorandum and articles of a company. നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ, സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു തവണ ഫോർമുലേറ്റ് ചെയ്ത മെമ്മോറണ്ടം ആർട്ടിക്കിൾസും വേണമെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാമെന്ന്. അങ്ങനെ ഓൾട്ടർ ചെയ്യുമ്പോൾ ആ ഒരു ഇതിലും ആ ഒരു ഡിസിഷനിലും ആർക്ക് പാർട്ടിസിപ്പേഷൻ കിട്ടും? മെമ്പേഴ്സിന് പാർട്ടിസിപ്പേഷൻ കിട്ടും. Then to transfer his shares as provided by the articles. നമുക്ക് ഷെയർസ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, subject to the provisions in the articles. ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ള നിയമപ്രകാരം നമുക്ക് ഇത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. Then to receive share certificate. നമുക്ക് ആവശ്യമായ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ഷെയറിന് ഈക്വലന്റ് ആയിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഫിസിക്കൽ ഫോമിൽ വേണമെങ്കിൽ ഫിസിക്കലായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിൽ കിട്ടും. Then to get priority at the time of further issue. നമ്മൾ നാളെ പഠിച്ചു, ഫർദർ ഇഷ്യൂ നടത്തുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് ഓഫർ ചെയ്തതിന് ശേഷമേ മറ്റുള്ളവർക്ക് പബ്ലിക്കിന് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമ്മുടെ കമ്പനി ഫർദർ ഇഷ്യൂ നടത്തുമ്പോൾ ആർക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം? ഈ മെമ്പേഴ്സിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം. Then to receive dividend and bonus share. കമ്പനിയുടെ ഷെയർസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിവിഡൻഡും അതുപോലെ ബോണസ് ഷെയറുകളൊക്കെ റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then to apply to the tribunal to convene annual general meeting. എല്ലാ കമ്പനികളും നിർബന്ധമായിട്ടും ഇയർ എൻഡിങ്ങിൽ എന്ത് നടത്തണം? ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണമെന്ന് നിർബന്ധമുള്ളതാണ്. ഏതെങ്കിലും ഒരു കമ്പനി അങ്ങനെ നടത്താതെ വിട്ടുപോയാൽ അങ്ങനെ നടത്തണം എന്ന് പറഞ്ഞിട്ട് ട്രിബ്യൂണലിന് കംപ്ലൈന്റ് കൊടുക്കാനുള്ള റൈറ്റും ആർക്കുണ്ട്? ഈ മെമ്പർക്കുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് മെമ്പേഴ്സിന്റെ റൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. നെക്സ്റ്റ് ഈസ് ടു ഹാവ് എ നോട്ടീസ് ഓഫ് എനി റെസൊല്യൂഷൻ. കമ്പനി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനോ അല്ലെങ്കിൽ ജനറൽ റെസൊല്യൂഷൻ എങ്ങാനും പാസ്സാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള റൈറ്റും ഒരു മെമ്പർക്കുണ്ട്. Then to obtain the minutes of proceedings in the general meeting. ഒരു ജനറൽ മീറ്റിംഗ് നടത്തിയതിന് ശേഷം അതിന്റെ പ്രൊസീഡിങ്സ് എന്ന് വെച്ചാൽ ആ ജനറൽ മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത്, ആ പ്രൊസീഡിങ്സിന് അത് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then to participate in the appointment and removal of directors. നമുക്ക് ഡയറക്ടർ, നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യാനും അല്ലെങ്കിൽ ഓൾറെഡി അപ്പോയിന്റ് ചെയ്തൊരു ഡയറക്ടർ റിമൂവ് ചെയ്യാനും നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. Then to take part in the appointment of auditors and fix their remuneration in the annual general meeting. അതുപോലെ നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റ് തന്നെ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ വരുന്ന ഒരാളാണ് ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ അപ്പോയിന്റ് ചെയ്യണം, ആരെ അപ്പോയിന്റ് ചെയ്യണം, അതുപോലെ അങ്ങനെ വരുന്ന ആൾക്ക് എത്ര റെമ്യൂണറേഷൻ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഒരു മെമ്പർക്ക് ഉണ്ട്. Then to present a petition for winding up of the company. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി ലോസിലാണ് പോണെന്ന് വെച്ചാൽ ഇനി മുന്നോട്ട് പോയാലും വീണ്ടും നഷ്ടം കൂടാനുള്ള പ്രോബബിലിറ്റി ആണ് കൂടുതലെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കാനായിട്ട് പറ്റും.
Then to inspect auditors report at the annual general meeting. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓഡിറ്ററെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾ നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പരിശോധിക്കും. ആള് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് വെക്കും. ആ റിപ്പോർട്ട് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഈ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഓരോ മെമ്പർക്കും ഉണ്ട്. ടു ഇൻസ്പെക്ട് ദി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അറ്റ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ്. Then to obtain a copy of P&L account and balance sheet with the auditor's report. അതുപോലെ ഈ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ കൂടെ തന്നെ ആ കമ്പനിയുടെ ആ വർഷത്തെ P&L അക്കൗണ്ടിനും ബാലൻസ് ഷീറ്റിനും ഒരു കോപ്പി ഒബ്റ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then to receive a copy of the statutory report, not to receive a copy of the statutory report. Statutory റിപ്പോർട്ടിന്റെ ഒരു കോപ്പിയും ഒബ്റ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ്. അതായത് അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പഠിക്കും. ആ റിപ്പോർട്ട് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ആൾക്കുണ്ട്. Then to receive the next one, to get share in the assets of a company after distribution to the creditors. അതായത് നമുക്ക് കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞു വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കമ്പനിയിലുള്ള എല്ലാ അസറ്റുകളും സെല്ല് ചെയ്തിട്ട് എന്ത് ചെയ്യും? ലൈബിലിറ്റീസ് ഒക്കെ നമ്മൾ കൊടുത്തു തീർക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാ ലൈബിലിറ്റീസും കൊടുത്തു തീർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് കിട്ടും. അതായത് നമ്മളൊരു കമ്പനിക്ക് എന്തോരം ബാധ്യതകളുണ്ട് ആ ബാധ്യതകളെല്ലാം സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി? സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിലൊരു ഭാഗം കിട്ടാനുള്ള റൈറ്റ് നമുക്കുണ്ട്. Then to get shares in the പറഞ്ഞു to complain to the tribunal for the relief in case of mismanagement. അതുപോലെ നമ്മുടെ കമ്പനിയിലെ എന്തെങ്കിലും മിസ്മാനേജ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെയും കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിൽ നമുക്കൊരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ റിലീഫ്, അതായത് ഇപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും ഒരു മിസ്മാനേജ്മെന്റ് നടത്തിയാൽ അതിന് റിസൾട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം നമ്മൾ ആസ് എ കമ്പനി മിസ്മാനേജ്മെന്റ് ഫണ്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അവർ ഇല്ലീഗലായിട്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്താൽ അതിനെതിരെ നമുക്ക് കംപ്ലൈന്റ് കൊടുത്ത് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലോസസ് ഉണ്ടായാൽ അതിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഇത്രയാണ് ബാക്കിയുള്ള റൈറ്റ്സ്. ഇനി 4-5 കൂടി ഉണ്ട്. നമ്മൾ അടുത്ത സ്ലൈഡിലാണ്. നെക്സ്റ്റ് റൈറ്റ് ആയിട്ട് വരുന്നത് ടു റിസീവ് ഇൻഫർമേഷൻ ഓഫ് ദി അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഇൻ ഹിസ് നെയിം. ആൾക്ക് ടു റിസീവ് ഇൻഫർമേഷൻ ഓൺ ദി അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഇൻ ഹിസ് നെയിം. ആളുടെ പേരിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് അലോട്ട്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതിപ്പോൾ ഒരു മെമ്പർ തന്നെ ആവണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും ഒരു കമ്പനിയിൽ ഷെയർസ് ഉണ്ടെങ്കിൽ ആൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. Then to compel the company not to increase his liability. കാരണം എന്താണ്? ലൈബിലിറ്റി കൂടുന്തോറും ആർക്കാണ് ലൈബിലിറ്റി കൂടുന്നത്? മെമ്പർമാരുടെയും ലൈബിലിറ്റി കൂടാണ് ചെയ്യുന്നത്. ഒരു ഷെയർ ഹോൾഡറുടെ അല്ലെങ്കിൽ ഒരു മെമ്പറിന്റെ ലൈബിലിറ്റീസ് കൂടാണ് ചെയ്യുന്നത്. കമ്പനിയുടെ ലൈബിലിറ്റി കൂടാന്ന് വെച്ചാൽ കമ്പനിയുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ മെമ്പർമാരുടെയും ലൈബിലിറ്റിയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കമ്പനിയോട് പറയാം ഇനി ലൈബിലിറ്റീസ് ഒന്നും ബാധ്യതകളൊന്നും കൂടുതൽ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. To apply to the central government for ordering an investigation into the affairs of the company. നമ്മൾ നേരത്തെ പറഞ്ഞു മിസ്മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിലും അഫയേഴ്സ് എല്ലാം കറക്റ്റായിട്ട് നടത്തുന്നില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോർട്ടിനോട് ഒരു ഓർഡർ പാസ്സാക്കാം. നമുക്ക് പ്രത്യേകിച്ച് ആ അഫയേഴ്സ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിനോട് അപ്രോച്ച് ചെയ്തിട്ട് അവർക്കൊരു ഓർഡർ അവർക്കൊരു റിക്വസ്റ്റ് കൊടുക്കുക. ഇങ്ങനെ ഈ കമ്പനിയിൽ ഇന്ന അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊരു കംപ്ലൈന്റ് കൊടുത്താൽ അവരതിൽ ഇന്റർഫിയർ ചെയ്തോളും. ഓക്കെ, അതിനുള്ള റൈറ്റും ഉണ്ട്. The last one is to request the central government for the removal of the undesirable members from the company's management. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിലെ എന്തെങ്കിലും ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഏതെങ്കിലും ഒരു എംപ്ലോയി ഉണ്ടാവും. മേ ബി അത് ഡയറക്ടർ ബോർഡിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന എംപ്ലോയീസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ആ ഈ ഒരു കാര്യം സെൻട്രൽ ഗവൺമെന്റിനെ അറിയിക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? മെമ്പേഴ്സിനുണ്ട്. കാരണം ഈ ബോർഡ് ഓഫ് മെമ്പേഴ്സിൽ അല്ലെങ്കിൽ ആ ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുക. അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താലാണ് ആ കമ്പനിക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആസ് എ മെമ്പർ, ഞാനൊരു മെമ്പർ ആയിട്ടുള്ള കമ്പനിയിലെ കാര്യങ്ങളൊന്നും നേർവഴിക്കല്ല നടക്കണമെന്ന് എനിക്ക് മനസ്സിലായാൽ
നേരത്തെ പറഞ്ഞോണം അതിനെതിരായിട്ടൊരു ഓർഡർ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിനെ കൊണ്ട് പാസ്സാക്കാനായിട്ട് പറ്റും. അതുപോലെ ആരാണോ അങ്ങനത്തെ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ചെയ്യുന്നത് ആ ആളെ ആ കമ്പനിയിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള റൈറ്റിന് വേണ്ടിയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കാനും മെമ്പർമാർക്ക് റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനിയുടെ മെമ്പർ ആയാൽ അയാൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക. നമ്മൾ എപ്പോഴും പണ്ടൊക്കെ പഠിക്കാറുണ്ട് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മെമ്പർ ആവുമ്പോൾ ആൾക്ക് ഇപ്പറഞ്ഞ കുറച്ചധികം പോയിന്റുകൾ ഉണ്ട്. എല്ലാതും പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ഒരു കുറച്ചൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പറഞ്ഞ റൈറ്റുകളൊക്കെ ആസ് എ മെമ്പർ ഹി ക്യാൻ എൻജോയ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ആണ്. നമ്മുടെ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. In the case of a company limited by shares, the liability of its members is limited to the amount unpaid on the shares held by them. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് തരാം. നമ്മൾ 3 തരത്തിലുള്ള കമ്പനികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി. ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ the liability of its members is limited to the amount unpaid on the shares held by them. ആളുടെ മൊത്തം ഷെയറിൽ എത്രയാണോ അൺപെയ്ഡ് എമൗണ്ട് അത്രയ്ക്ക് ലൈബിലിറ്റി അയാൾക്ക് വരുള്ളൂ. നമുക്കറിയാം ഇപ്പോൾ 10 രൂപയുടെ ഷെയറിൽ 7 പെയ്ഡപ്പ് ആണ്, 3 മാത്രമാണ് അൺപെയ്ഡ് എന്ന് വെച്ചാൽ ഒരു ഷെയറിന് 3 രൂപ വെച്ചിട്ട് ആൾക്ക് ലൈബിലിറ്റി വരുള്ളൂ. ഇതിൽ ഇൻ ദ കേസ് ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. Then, in the case of company limited by guarantee, the liability of its members is limited to such amount undertaken to contribute in the event of its being wound up. In the case of limited by guarantee ആണെങ്കിൽ ആ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ടു സച്ച് എമൗണ്ട് അണ്ടർടേക്കൺ. ഞാൻ എത്രയാണ് നമ്മൾ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ നമ്മൾ മെമ്മോറാണ്ടത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? കമ്പനിക്ക് നഷ്ടം വരികയാണെങ്കിൽ ഞാൻ ഇത്ര രൂപ കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും. ആ എമൗണ്ടിലുള്ള ലൈബിലിറ്റി ഓരോ മെമ്പേഴ്സിനും വരുള്ളൂ. അതാണ് പറഞ്ഞത് ലിമിറ്റഡ് ടു സച്ച് എമൗണ്ട് അണ്ടർടേക്കൺ ടു കോൺട്രിബ്യൂട്ട് ഇൻ ദ ഇവന്റ് ഓഫ് ഇറ്റ്സ് ബീയിങ് വൗണ്ട് അപ്പ്. കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് ഞാൻ ഇത്ര രൂപ കോമ്പൻസേറ്റ് ചെയ്തു കൊള്ളാം എന്ന് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത്രയ്ക്ക് എമൗണ്ടേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. Then in the case of unlimited company, the members are fully liable for all the liabilities. Unlimited company ആണെങ്കിൽ നമുക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. എത്രയാണോ നമുക്ക് ടോട്ടൽ ലൈബിലിറ്റി കമ്പനിയുടെ അതിനെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എൻ്റെ പോർഷൻ എൻ്റെ ഭാഗം ഞാൻ കൊടുക്കേണ്ടതായിട്ട് വരും. അത് യാതൊരു ലിമിറ്റേഷനും ഇല്ല. അപ്പൊ ഇങ്ങനെ 3 കേസ് ഉണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർ ആണെങ്കിൽ എത്രയാണോ അൺപെയ്ഡ് എമൗണ്ട് അത്രയ്ക്ക് നമ്മൾ കൊടുത്ത് തീർത്താൽ മതി. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ എത്രയാണോ ഞാൻ അണ്ടർടേക്കൺ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് കൊടുത്ത് തീർക്കണം. അൺലിമിറ്റഡ് ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ബൗണ്ടറി ഒന്നും ഇല്ല. എത്രയാണോ കമ്പനിയുടെ മൊത്തം ലൈബിലിറ്റി അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഷെയറും നമ്മൾ കൊടുക്കും. എൻ്റെ ഷെയർ അതായത് ഇപ്പം എത്രയാണ് ടോട്ടലിൽ എത്രയാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡ്യൂട്ടീസ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് മെമ്പേഴ്സ്. ഒരു മെമ്പറിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. To pay calls on shares whenever demanded by the company. കമ്പനി കോൾസ് നടത്തിയാൽ അത് നമ്മൾ അടയ്ക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം ആ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ മുഴുവൻ നോമിനൽ വാല്യൂ മുഴുവൻ ഓൺ ദി സ്പോട്ടിൽ നമ്മൾ കോൾ ഫോർ ചെയ്യില്ല. ആദ്യം നമ്മൾ കുറച്ച് അപ്ലിക്കേഷൻ മണി ആയിട്ട് വിളിക്കും, പിന്നെ അലോട്ട്മെന്റ് ആയിട്ട് വിളിക്കും, പിന്നെ ഫസ്റ്റ് കോൾ ആയിട്ട് വിളിക്കും, പിന്നെ സെക്കൻഡ് കോൾ ആയിട്ട് വിളിക്കും. അപ്പൊ എപ്പോഴൊക്കെയാണ് കമ്പനി കോൾ മേക്ക് ചെയ്യുന്നത്, ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ കമ്പനിക്ക് ഫണ്ട് റിക്വയർമെന്റ് വരുമ്പോഴാണ് അവരത് കോൾ ഫോർ ചെയ്യുക. ആ സമയത്ത് നമുക്ക് അടയ്ക്കാനുള്ള ഡ്യൂട്ടി ഉണ്ട്. Then to pay the full nominal value of shares held by them in case of company limited by shares. Company limited by shares ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? To pay the full value of shares. നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? Full value of shares അടച്ചിരിക്കണം. കോൾ ചെയ്തിട്ട് അൺപെയ്ഡ് ഷെയറുകൾ ഉണ്ടാവാനായിട്ട് പാടില്ല. നമുക്കറിയാം ചില ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് കോൾ ഫോർ ചെയ്യും, കമ്പനി കോൾ ഫോർ ചെയ്യും, കാശ് അടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് കോൾ ഫോർ ചെയ്യും. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, സമയത്തിന് പേയ്മെന്റ് നടത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവാനായിട്ട് പാടില്ല? അൺപെയ്ഡ് ഷെയർസ് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും കമ്പനി കോൾ ഫോർ ചെയ്യുമ്പോൾ എല്ലാ എമൗണ്ടും ഫോൾട്ട് ഇല്ലാണ്ട് അടച്ചിരിക്കണം. അതെൻ്റെ ഡ്യൂട്ടിയാണ്. Then to pay all the debts of a company in the case of company with unlimited liability. നമ്മൾ നേരത്തെ പറഞ്ഞു അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ് ഒരു കമ്പനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് എൻറ്റയർ റെസ്പോൺസിബിലിറ്റി അവരാണ്. കമ്പനിക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ടോ അത് ഇവരെല്ലാവരും കൂടി ചേർന്ന്
കോമ്പൻസേറ്റ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റില്ല. അപ്പോൾ കമ്പനി ലിമിറ്റഡ് അൺലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ കമ്പനിക്ക് മൊത്തം എത്ര ലയബിലിറ്റി വരുന്നുണ്ടോ അതിനെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Then to pay the amount guaranteed in case of companies limited by guarantee. അതുപോലെ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ഞാൻ എത്ര രൂപയാണ് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് ആ മെമ്മോറാണ്ടത്തിൽ എഴുതിയിരിക്കുന്നത് ആ എമൗണ്ട് നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. 50,000 ആണെങ്കിൽ 50,000 കൊടുത്തിരിക്കണം. 1 രൂപ പോലും കുറയാനായിട്ട് പാടില്ല. അതാണ് പറയുന്നത് to pay the amount guaranteed in case of company limited by guarantee. Then, in case of forfeiture of shares, a member is liable to pay the unpaid amount. Forfeiture നടത്താണെങ്കിൽ a member is liable to pay the unpaid amount. നിർബന്ധമായിട്ടും അയാൾ unpaid amount കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ വീഴ്ച വരുത്താനായിട്ട് പറ്റില്ല. ബൈ ചാൻസ് ആള് വീഴ്ച വരുത്തി അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടാവാൻ പാടില്ല, അൺപെയ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബൈ ചാൻസ് ഞാൻ അൺപെയ്ഡ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എന്താണ് അടുത്ത റെസ്ട്രിക്ഷൻ? ആള് കൊടുക്കാനുള്ള ഷെയർസ് ഒക്കെ മെമ്പർ ഈസ് ലൈബിൾ ടു പേ ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദ ഷെയർസ് ഈവൺ ആഫ്റ്റർ ദി ഫോർഫീച്ചർ നടത്തിയാലും ആൾ എത്ര എമൗണ്ട് ആണ് കൊടുക്കാനുള്ളത് അത് കൊടുത്ത് തീർത്തിരിക്കണം. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. Then members are liable for the payment of the whole debts of a company if the business was carried on at the time for more than 6 months with the members fewer than the minimum number of members required. അതായത് വലിയ സെന്റൻസ് ആണ്, ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. നമുക്കറിയാം ഒരു കമ്പനി ആകുമ്പോൾ മിനിമം മെമ്പർ റിക്വയർഡ് എത്രയൊക്കെയാണ്? പ്രൈവറ്റ് ആണെങ്കിൽ 2ഉം പബ്ലിക് ആണെങ്കിൽ 7ഉം വേണം. പക്ഷെ ഒരു കമ്പനി 6 മാസത്തിൽ കൂടുതൽ ഈ മിനിമം നമ്പർ ഇല്ലാണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? മിസ്മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ വയലേഷൻ ഓഫ് റൂൾ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിനാണ് ഉത്തരവാദിത്വം. ആ പീരീഡിൽ കമ്പനിക്ക് വരുന്ന എല്ലാ ഡെപ്റ്റുകൾക്കും മെമ്പേഴ്സ് ലൈബിൾ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു പ്രൈവറ്റ് ആണെങ്കിൽ 2 മെമ്പേഴ്സും പബ്ലിക് ആണെങ്കിൽ 7 മെമ്പേഴ്സും മിനിമം വേണം. ആ മിനിമം എമൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണില്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് 6 മാസം നമ്മൾ നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ ആ പീരീഡിൽ ഉണ്ടാവുന്ന എല്ലാ ലയബിലിറ്റികളും ആരുടെ തലയിലേക്ക് വരും? മെമ്പറിന്റെ തലയിലേക്ക് വരും. അതിപ്പോൾ ലിമിറ്റഡ് ബൈ ഷെയർസ് ആയാലും ശരി, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയാലും ശരി, അത് നോക്കില്ല. എത്രയൊക്കെയാണോ ലയബിലിറ്റി വന്നത് ഫുള്ളും ആര് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും? എല്ലാ മെമ്പേഴ്സും കൂടി കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? കമ്പനി കോൾസ് മേക്ക് ചെയ്യുമ്പോൾ അത് പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തണം. ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ അൺപെയ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ എൻറ്റയർ ലയബിലിറ്റി, കമ്പനിയുടെ മൊത്തം ലയബിലിറ്റി എല്ലാ മെമ്പേഴ്സും കൂടി ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ആളെ അഗ്രി ചെയ്ത എമൗണ്ട് പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തിയിരിക്കണം. ഇനി ബൈ ചാൻസ് അൺപെയ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, ഫോർഫീച്ചർ നടത്തിയാലും ആഫ്റ്റർ ഫോർഫീച്ചർ ദ മെമ്പർ ഈസ് ലൈബിൾ ടു പേ ദി എമൗണ്ട്. ദെൻ മിനിമം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് 6 മാസത്തിൽ കൂടുതൽ ഒരു കമ്പനി വർക്ക് ചെയ്താൽ ആ പീരീഡിൽ ഉണ്ടാക്കുന്ന എല്ലാ ലയബിലിറ്റികൾക്കും ആർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും? ഈ മെമ്പർ പേ ഓഫ് അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്തിരിക്കണം. അതെല്ലാമാണ് ഡ്യൂട്ടീസ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് എ മെമ്പർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. നമ്മൾ മെമ്പേഴ്സിന്റെ രജിസ്റ്റർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ടേമാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എവരി കമ്പനി ഷാൽ കീപ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഫോളോയിങ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഇൻഡിക്കേറ്റിംഗ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ക്ലാസ് ഓഫ് ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ഹെൽഡ് ബൈ ഈച്ച് മെമ്പേഴ്സ് റിസൈഡിംഗ് ഇൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ആദ്യം എന്താണ് വേണ്ടത്? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് വേണം. അതിൽ കൃത്യമായിട്ട് ഇക്വിറ്റി ആണെങ്കിൽ സെപ്പറേറ്റ്, പ്രിഫറൻസ് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. അതുപോലെ അതിൽ കൃത്യമായിട്ട് ഇന്ത്യയിലുള്ള ആളാണ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഇൻഡിക്കേറ്റിംഗ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ക്ലാസ് ഓഫ് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ഹെൽഡ് ബൈ ഈച്ച് മെമ്പർ റിസൈഡിംഗ് ഇൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തായിക്കോട്ടെ ഒരാളുടെ കയ്യിൽ എത്ര ഷെയർസ് ആണ്, അത് ഇക്വിറ്റി ആണ് പ്രിഫറൻസ് ആണ് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എൻ്റെ കമ്പനിയിലത്തെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എല്ലാവരുടെയും പേര് ഉൾക്കൊള്ളിപ്പിച്ചിട്ടുള്ള രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ രജിസ്റ്റർ ഓഫ് എനി അതർ സെക്യൂരിറ്റി ഹോൾഡേഴ്സ്. ഇനി ഈ ഷെയറും ഡിബഞ്ചറും അല്ലാണ്ട് വേറെ എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ഹോൾഡേഴ്സിന്റെ രജിസ്റ്ററും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് വേണം, രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് വേണം, രജിസ്റ്റർ ഓഫ് എനി അതർ സെക്യൂരിറ്റി ഹോൾഡേഴ്സ് വേണം. ഇത് രണ്ടും അല്ലാണ്ട് ഷെയറും ഡിബഞ്ചറും അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റിയുടെ ഹോൾഡേഴ്സിന്റെ രജിസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം.
If any company does not maintain the register of members or debenture holders, then the company and its every officer in default shall be punishable. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഈ 3 റെക്കോർഡുകൾ നമ്മൾ രജിസ്റ്ററുകൾ നമ്മൾ നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഏതെങ്കിലും ഒരു കമ്പനി ഇത് പ്രോംപ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് എവരി ഓഫീസർ ഇൻ ഡിഫോൾട്ട്, ആ കമ്പനിയും ആ കമ്പനിയിൽ ഇങ്ങനെ ഒരു ഫോൾട്ട് നടത്താനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസേഴ്സും ആർക്കാണോ ഇങ്ങനെ പ്രോപ്പറായിട്ട് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ചാർജ് ഉള്ളത് ആൾക്കും ഷാൽ ബി പണിഷബിൾ. എത്രയൊക്കെയാണ്? വിത്ത് എ മിനിമം ഫൈൻ ഓഫ് ₹50,000 വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 lakh. ഒന്നല്ലെങ്കിൽ മിനിമം എത്ര എമൗണ്ട് കിട്ടും? 50,000 കിട്ടും. അത് വേണമെങ്കിൽ 3 ലക്ഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. Then if failure is continuing, fine up to 1,000 per day. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചു, ഇങ്ങനെ നിങ്ങൾ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് കണ്ടുപിടിച്ച് നിങ്ങളോട് പറയാണ് 50,000 രൂപ അല്ലെങ്കിൽ മാക്സിമം 3 ലക്ഷം വരെയുള്ള ഒരു ഫൈൻ നിങ്ങൾക്ക് അടപ്പിച്ചു. അങ്ങനെ അടപ്പിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും നിങ്ങൾ ആ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഒരു ദിവസം 1000 രൂപ വെച്ചിട്ട് പിന്നെയും പെനാൽറ്റി ചാർജ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മൾ അറിയാണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു വാർണിംഗും കൊടുത്തു, ഒരു പെനാൽറ്റിയും അടപ്പിച്ചു. എന്നിട്ടും അവർ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് 1000 രൂപ വെച്ചിട്ട് ഫൈൻ വരും. ഓക്കെ, അപ്പോൾ എല്ലാ ഓർഗനൈസേഷൻസും ഈ നിർബന്ധമായിട്ടും ഈ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പെനാൽറ്റി വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് പെർട്ടിക്കുലേഴ്സ് ഇൻ എ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ഈ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് നമുക്ക് നോക്കാം. ദ നെയിം, അഡ്രസ് ആൻഡ് ഒക്യുപ്പേഷൻ ഓഫ് ഈച്ച് മെമ്പർ. ഓരോ മെമ്പറിൻ്റെയും പേര്, അഡ്രസ്സ്, അവരുടെ ഒക്യുപ്പേഷൻ അത് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. Then the kind of shares with the number of shares held by each number. അതുപോലെ ഏത് കൈൻഡ് ആണ്, പ്രിഫറൻസ് ആണോ ഇക്വിറ്റി ആണോ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ ഓരോ മെമ്പറുടെ കയ്യിലും എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. Then amount paid or agreed to paid on those shares. അതിൽ എത്രയുണ്ട് പെയ്ഡ് എമൗണ്ട്, ഇനി എത്രയുണ്ട് അൺപെയ്ഡ് എമൗണ്ട് അതും കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കണം. The date at which the name of the member is entered as a member. ഇനി എന്ന് തൊട്ടാണ് ഇയാളുടെ പേര് നമ്മൾ മെമ്പറായിട്ട് ഈ കമ്പനിയുടെ മെമ്പറായിട്ട് ആഡ് ചെയ്തത് അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. The date on which the member ceased to be a member. ഏത് പീരീഡിൽ തൊട്ടാണ് ആളൊരു മെമ്പർ അല്ലാതെ ആവുക. ഇപ്പോൾ ഒരു മെമ്പറാണ്, ഇനി ഫ്യൂച്ചറിൽ ഏത് ഡേറ്റിലാണ് ആൾ മെമ്പർ അല്ലാതെ ആവുക. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഒക്കെ ആണെങ്കിൽ അത് റിഡംഷൻ പീരീഡ് ഉണ്ടെങ്കിൽ അത് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ നമ്മളെ മെമ്പർ ആവില്ല. അപ്പോൾ ഏത് ഡേറ്റ് തൊട്ടാണ് ഇയാൾ നമ്മൾ, ചില ആൾക്കാർ വൈൻഡിങ് അപ്പ് വരെ മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ചിലതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മെമ്പർ സീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇഫ് എനി അപ്പോൾ ഇത്രയ്ക്ക് പെർട്ടിക്കുലേഴ്സ് ആണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓരോ മെമ്പറിൻ്റെയും നെയിം, അഡ്രസ് ആൻഡ് ഒക്യുപ്പേഷൻ, അവർ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ചെയ്തിട്ടുണ്ട്, ഏത് കൈൻഡ് ഓഫ് ഷെയർസ് ആണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്, എത്ര എമൗണ്ട് പെയ്ഡ് ഉണ്ട്, എത്ര എമൗണ്ട് അൺപെയ്ഡ് ഉണ്ട്, എന്ന് തൊട്ടാണ് ആൾ നമ്മുടെ കമ്പനിയുടെ മെമ്പർ ആയത്, എന്ന് തൊട്ടാണ് അയാൾ നമ്മുടെ കമ്പനിയുടെ മെമ്പർ അല്ലാതെയാകുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. If any fault in this, then the company and every officer shall be punishable with a fine which shall not exceed ₹50,000 but may extend to ₹3 lakh. Further, a fine may be extended to up to 1 lakh for each day during which the default continues. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ രജിസ്റ്ററുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു പെനാൽറ്റിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ രജിസ്റ്ററിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസും ഒന്നും ഇല്ലെങ്കിൽ ആ കമ്പനിയും ആ കമ്പനിയിലെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട്, ഇങ്ങനെ ഒരു വയലേഷൻ ഓഫ് റൂൾ ചെയ്യാനായിട്ട് ആർക്കാണോ റെസ്പോൺസ്, ആരാണോ ഈ വയലേഷൻ ഓഫ് റൂൾ ചെയ്തത് ആൾക്ക് ഒരു ഫൈനായിട്ട് 50,000, മിനിമം 50,000, മാക്സിമം 3 lakh വരെയുള്ള ഒരു ഫൈന് തരും. അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ഫൈൻ ചാർജ് ചെയ്ത് പെനാൽറ്റി ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടും ആളത് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ആ കമ്പനി അത് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഒരു ദിവസത്തേക്ക് 1000 രൂപ വെച്ചിട്ട് ഫൈൻ ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്പനി രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളിലും അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ക്ലോസിംഗ് ഓഫ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ എ കമ്പനി മേ ക്ലോസ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഫോർ എ പീരീഡ് not exceeding 45 days in each year but not exceeding 30 days at any one time.
അതായത് കമ്പനിക്ക് ആ കമ്പനിയുടെ രജിസ്റ്റർ ക്ലോസ് ചെയ്യാം. അത് ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ മെയിനായിട്ടും നമ്മൾ ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ രജിസ്റ്ററുകൾ ക്ലോസ് ചെയ്യുക. എന്നാലാണ് നമുക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓരോ ദിവസം ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആർക്കൊക്കെ ഡിവിഡൻഡ് കൊടുക്കണം, ആർക്കൊക്കെ ഡിവിഡൻഡ് കൊടുക്കണം തീരുമാനിക്കേണ്ട ബുദ്ധിമുട്ട് വരും. അപ്പോൾ വേണമെങ്കിൽ കമ്പനിക്ക് ഈ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് നമുക്ക് ക്ലോസ് ചെയ്യാം. ആ ക്ലോസ് ചെയ്ത ആ പീരീഡിൽ പിന്നെ പുതിയ ആൾക്കാരെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു കൊല്ലത്തിൽ 45 ദിവസത്തിനും കൂടാനായിട്ട് പാടില്ല. അതുപോലെ ഒരു തവണ 30 ദിവസത്തിനും കൂടാനായിട്ടും പാടില്ല. മൊത്തം 12 മാസത്തിനുള്ളിൽ 45 ദിവസം ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ഞാനിപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളത് ഓപ്പൺ ആക്കിയിരിക്കണം. അടുപ്പിച്ച് 30 ദിവസവും ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ട് കിടക്കാനായിട്ട് പാടില്ല. അതാണ് പറയുന്നത്. നോട്ട് എക്സീഡിങ് 45 ഡേയ്സ് ഇൻ എ ഇയർ ബട്ട് നോട്ട് എക്സീഡിങ് 30 ഡേയ്സ് അറ്റ് എനി വൺ ടൈം. ഒറ്റ തവണ ഞാൻ ക്ലോസ് ചെയ്തിട്ട് അടുപ്പിച്ചിട്ട് 30 ദിവസം ക്ലോസ് ചെയ്തിടാനായിട്ടും പാടില്ല. The company can close the register only by giving a previous notice of 7 days. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ മെമ്പേഴ്സിനൊക്കെ നോട്ടീസ് അയക്കണം. കാരണം അല്ലെങ്കിൽ അവരതിൻ്റെ ഇടയിൽ ട്രാൻസാക്ഷൻസ് നടത്തും. 7 ദിവസത്തിന് മുമ്പായിട്ടുള്ള ഒരു നോട്ടീസ് എല്ലാവർക്കും അയച്ചിരിക്കണം. If these are not followed, then the company and its every officer in default shall be liable for a penalty of ₹5,000 for every day during which the register is kept closed but not exceeding 1 lakh. ഇനി ഇതിൽ വയലേറ്റ് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കൊല്ലത്തിൽ 45 ദിവസം കൂടാനും പാടില്ല, ഒറ്റ തവണ അടുപ്പിച്ച് 30 ദിവസം അടഞ്ഞു കിടക്കാനും പാടില്ല. അത് വയലേറ്റ് ചെയ്താൽ ആ കമ്പനിക്കും ആ ഓഫീസർക്കും അതിന് ചാർജുള്ള ഓഫീസർക്കും ഒരു ദിവസത്തേക്ക് 5,000 rupees വെച്ചിട്ട് പെനാൽറ്റി ചാർജ് ചെയ്യാം. എത്ര നാളാണോ അത് ക്ലോസ് ചെയ്ത് കിടന്നത് അത്രയും നാളത്തേക്ക് ഒരു ദിവസത്തേക്ക് 5,000 rupees വെച്ചിട്ട് നമുക്ക് പെനാൽറ്റി ചാർജ് ചെയ്യാം. പക്ഷേ 1 lakh കൂടാനും പാടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത്. ക്ലോസിംഗ് ഓഫ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. നമുക്ക് നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് വേണമെങ്കിൽ കുറച്ച് കാലത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞോണം എന്തെങ്കിലും ഡിവിഡൻഡ് ഡിക്ലറേഷൻ ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്ത് ഇടാം. പക്ഷേ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു കൊല്ലത്തിൽ 45 ദിവസമോ അല്ലെങ്കിൽ അടുപ്പിച്ച് 30 ദിവസമോ അത് ക്ലോസ് ചെയ്തിടാനായിട്ട് പാടില്ല. അങ്ങനെ ക്ലോസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് 7 ദിവസത്തെ അഡ്വാൻസ് നോട്ടീസ് നമ്മൾ അയച്ചിരിക്കണം. അതിങ്ങനെ ഇതിൽ ഫോൾട്ട് വരുത്തിയാൽ ഒരു ദിവസത്തേക്ക് 5,000 rupees വെച്ചിട്ട് നമ്മൾ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അത് മാക്സിമം 1 lakh ക്രോസ് ചെയ്യാനും പാടില്ല. അതാണ് ക്ലോസിംഗ് ഓഫ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.